നോവലൊക്കെ വായിക്കാനുള്ള സമയം തീരില്ല. പിന്നെ ഞാൻ നോവലുകൾ ഒരുപാട് വായിച്ചിരുന്ന ഒരാളാണ്. ഒരു ലാംഗ്വേജിലല്ല, മിനിമം 3 ലാംഗ്വേജിലും നോവൽ വായിച്ചിരുന്ന ആളാണ്. പണം കൊടുത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും, പണം കൊടുക്കാതെ ഹിന്ദിയിലും ധാരാളം നോവൽ എനിക്ക് കിട്ടുമായിരുന്നു, ഞാൻ വായിച്ചിരുന്നു. അതൊക്കെ ഒരുപാട് കൊല്ലങ്ങൾ മുമ്പാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വായനയില്ല, സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റി ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ആയി മാറി. എന്താണെന്നില്ല, ഒരു അഡിക്ഷൻ പോലെ. അതിൻ്റെ കൂടെ നമ്മൾ തൊഴിൽപരമായ വായന, കോടതി വിധികൾ വായിക്കണം, 40-50 പേരുള്ള ജഡ്ജിമെൻറ്റുകൾ വായിക്കണം. അതിനിടയ്ക്ക് ഒരു ചെറുകഥ പോലും വായിക്കാൻ സമയമില്ല. എങ്കിലും വായിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചെറുകഥകൾ വായിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ഒരുപാട് നോവലുകൾ വായിക്കാതെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. കുറേ പുസ്തകങ്ങൾ ഞാനൊരു 12 വർഷം മുമ്പ് ഞാനൊരു ഫ്ലാറ്റ് വാങ്ങി കൊണ്ട് താമസം മാറ്റിയപ്പോൾ കാലങ്ങളായിട്ട് കൂടെയുള്ള പുസ്തകങ്ങളായി ഇങ്ങനെ ചോക്കണേ എന്ന് വിചാരിച്ചിട്ട് മക്കളൊന്നും വായിക്കില്ല. മക്കളൊന്നും മലയാളം വായിക്കാൻ പ്രശ്നമില്ല, ഭാര്യയ്ക്ക് താല്പര്യമില്ല, ആർക്ക് TV മാത്രമേ ഉള്ളൂ. ആ ബുക്സ് എല്ലാം ആലുവയിലുള്ള SNDP ലൈബ്രറിക്ക് ഞാൻ അവിടെ എന്തായിരുന്നു ആ ലൈബ്രറിക്ക് സംഭാവന ചെയ്ത് പോകുന്നതാണ്. അതിലും ഞാൻ വായിക്കാത്ത കുറേ പുസ്തകങ്ങളുണ്ട്. പുസ്തക വായന തീരെയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീമതി ഷീല ടോമിയുടെ നോവൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, വായന നിർത്തുകളായതുകൊണ്ട്. അതൊരു വശത്ത് സമയക്കുറവ്, മറ്റൊരു വശം. മൂന്നാമത് ഞാൻ വായിക്കുന്നത് ആ നോവൽ വായിക്കണം, അത് ആസ്വദിക്കണം എന്ന രീതിയിലല്ല, അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് അതറിയാൻ വേണ്ടിയുള്ള ഒരു പവർ റീഡിംഗ് ആയിരുന്നു, ഒരു ഫാസ്റ്റ് ഫോർവേഡ്. അതുകൊണ്ട് നോവൽ അത് പൂർണ്ണമായിട്ട് ഒരു എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തിയെ പോലെ ആളുകളുടെ പേരും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നോവലിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരു തെറ്റ് പറ്റിയത്, ഞാൻ ഷീല ടോമി എഴുതിയ നോവൽ ഇന്ന രീതിയിലായിരിക്കും എന്നൊരു മുൻവിധി എനിക്കുണ്ടായിരുന്നു. ആ മുൻവിധി ഈ പവർ റീഡിങ്ങിൽ തന്നെ മാറിപ്പോയി, എന്റെ മുൻവിധി തെറ്റിപ്പോയി. അതിന് ഞാൻ ഷീല ടോമിയോട് ക്ഷമ ചോദിച്ചു. ആക്ച്വലി അത് അങ്ങനെ പക്ഷം പിടിച്ചെഴുതിയൊരു പുസ്തകമല്ല, 2 പക്ഷങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക ഇക്കോ സിസ്റ്റത്തിൽ, അതായത് ഇന്ത്യയുടെ ഇക്കോ സിസ്റ്റത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു 60-70-75 വർഷമായിട്ട് കണ്ടും കേട്ടും വായിച്ചും ചിന്തിച്ചും ശീലിച്ച ഒരു പക്ഷമുണ്ട്. അത് പലസ്തീൻ പക്ഷം മാത്രമാണ്. നമ്മൾ ഈ ഇസ്രയേലിന്റെ രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചു പോലും അധികം ആയിട്ടില്ല. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഇസ്രയേലുമായിട്ട് അടുപ്പമുണ്ടായതും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുകളൊക്കെ തുടങ്ങിയത്. നമ്മുടെ മലയാളികൾ ആരും തന്നെ എൻ്റെ അറിവിൽ പലസ്തീനിൽ ജോലി ചെയ്യുന്നില്ല. ഇസ്രയേലിൽ വളരെ കുറച്ച് പേര്, 500-1000 പേര് ജോലി ചെയ്യുന്നുണ്ടാവാം നേഴ്സുമാരായിട്ടും. കൂടുതലും കെയർ ഗീവേഴ്സാണ്. അവർക്ക് നേഴ്സിനെ പോലും വേണ്ട, അവർക്ക് അവരുടെ നാട്ടിൽ നേഴ്സുമാരുണ്ട്. കെയർ ഗീവേഴ്സിന് അവർക്ക് ആവശ്യമുണ്ട്. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. ആ ഒരു തൊഴിൽ മാത്രം ചെയ്യുന്നുള്ളൂ. എൻ്റെ നാട്ടിൽ, ഞാൻ ഈ ജില്ലക്കാരൻ തന്നെ കേട്ടോ, തൃശ്ശൂർക്കാരൻ തന്നെയാണ്. എൻ്റെ നാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ ഇസ്രയേലില്ല. കുടുംബം കുടുക്കയായിട്ട് ഇസ്രയേലിൽ പോയിട്ട് കെയർ ഗീവറുടെ പണിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. പക്ഷേ നമ്മളെ എല്ലാവരുടെയും മെയിൻ സ്ട്രീം മനസ്ഥിതിയിൽ ഇസ്രയേൽ നമ്മുടെ ശത്രുപക്ഷത്തായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഇപ്പോൾ ചെറിയ മാറ്റം വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നമുക്ക് 2 പക്ഷങ്ങളും വായിക്കാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ മാറി മാറി വരുന്നു. പിന്നെ ഞാൻ ഹിസ്റ്ററി പഠിച്ച ഒരാളാണ്. ഹിസ്റ്ററിക്ക് മലയാളത്തിൽ ചരിത്രം എന്ന് പറയും, ഇംഗ്ലീഷിൽ ഹിസ്റ്ററിക്ക് 2 മീനിങ് ഉണ്ട്. ഒരു ഹിസ് സ്റ്റോറി, പുരുഷന്റെ കഥ. ഇത് സ്ത്രീപക്ഷം എന്നുള്ളൊരു വായനയാണ്. എല്ലാ ഹിസ്റ്ററിയും പുരുഷന്റെ മാത്രം കഥകളാണ്, അതിൽ സ്ത്രീ ഇല്ല എന്നൊരു പക്ഷം. മറ്റൊരു പക്ഷം, ഞാൻ വിശ്വസിക്കുന്ന പക്ഷം ഇതല്ല. അവന്റെ കഥ എന്ന് പറഞ്ഞാൽ ആണിന്റെ കഥ എന്നർത്ഥത്തിലല്ല, എഴുതുന്ന വ്യക്തിയുടെ കഥ എന്നർത്ഥത്തിലാണ്. എല്ലാ ചരിത്രങ്ങളും ആരെഴുതിയോ അവരുടെ പക്ഷത്ത് എഴുതപ്പെട്ടത്. അത് നമ്മൾ വ്യക്തിയെടുത്താലും രാജ്യങ്ങളെടുത്താലും പ്രസ്ഥാനങ്ങളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും മതസംഘടനയായാലും മതങ്ങളായാലും എല്ലാം എഴുതുന്നവന്റെ പക്ഷത്താണ് ഈ എഴുത്തുണ്ടാവുക. അതാണ് ഹിസ് സ്റ്റോറി, അവന്റെ എഴുത്ത്, അവന്റെ പക്ഷം. ഇത് ഈ ഇസ്രയേൽ പാലസ്തീൻ ഇഷ്യൂസിൽ നമ്മൾ ഇത് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് 1 മണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത്. ഞാൻ അത്രയും സമയം എടുക്കില്ല, കാരണം ഇവിടെ ഇനി സംസാരിക്കാൻ കുറേ പേരുണ്ട്. കേൾവിക്കാർ അത്രയും ക്ഷമ കാണിച്ചോളുന്നില്ല. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, കഴിവത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ പാലക്കാട് വരെ ഡ്രൈവ് ചെയ്യണം, കാറ്റ് പ്രശ്നമുണ്ട്, ഇതിനടുത്ത് ഓടിക്കാനും പറ്റില്ല വണ്ടി. അപ്പോൾ എങ്കിലും ഞാൻ ഈ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിന് ആദ്യം പറയാം. ഈ ഗുരുവായൂർ EMS കോരിയിൽ
ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് 48 കിലോമീറ്ററാണ്. 4848 കിലോമീറ്റർ. അത്രയും ദൂരത്തുള്ള സ്ഥലം. എനിക്ക് യഹൂദന്മാരെ 2-3 പേരെ കണ്ടുപരിചയമുണ്ട്. പലസ്തീൻകാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ രാജ്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളൊന്നുമില്ല. ഈ വായനകളിൽ നിന്ന് കിട്ടുന്ന അറിവുള്ളൂ. മറ്റൊന്ന്, ഈ അവിടുത്തെ സംസ്കാരം, ഭക്ഷണ രീതികൾ, അവരുടെ ചിന്തകൾ പോലും നമ്മുടെ മലയാളികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് നിരന്തരം പോരാടുന്നതെന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങളും പലരും പറയുമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത്, എനിക്ക് തോന്നല് അവർ പോരാടുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം മതം തന്നെയാണ്. മതം കഴിഞ്ഞിട്ട് മറ്റെന്ത് പ്രശ്നം വരുന്നുള്ളൂ. ഇസ്രയേൽ ഭൂരിപക്ഷവും ജൂതന്മാരാണ്. പലസ്തീൻ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. പലസ്തീനിൽ ഏകദേശം 2% അറബ് ക്രിസ്ത്യാനികളുണ്ട്. ഒരു കുറച്ച് 5,000-6,000 പേര് മറ്റു മതക്കാർ, ജൂസ്, യസീദി ഒക്കെ ഉണ്ടാവാം. ഇസ്രയേലിൽ ഏകദേശം 80% ജൂതന്മാരും ബാക്കി 20% അറബികൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഡ്രൂസും യസീദിയും കുറച്ച് ഹിന്ദുക്കളും. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെ നോക്കിയിട്ടുണ്ടല്ലോ, ഇപ്പം ഹിന്ദുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ്രായേല് മിഡിൽ ഈസ്റ്റ് ഏരിയയിലെ ഒരു 10-15ഓളം രാജ്യങ്ങളിൽ ഒരേ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ജനാധിപത്യ രാജ്യം. അതൊരു മതേതര രാജ്യം എന്നാണ് പറയുന്നത്. അതിനെ ഈ മുമ്പ് സംസാരിച്ച ആൾ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മതേതര രാജ്യം തന്നെയാണ്. അവിടെയുള്ള മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ വളരെ ഉയർന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യാം. അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാണോ പ്രസിഡന്റാണോ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ ജയിലയച്ച ജഡ്ജി ഒരു ഡ്രൂസ് ആയിരുന്നു. ജൂതനല്ല, ഡ്രൂസ് ജഡ്ജിയാണ് ഈ പ്രസിഡന്റിനെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിട്ടത്. അതുപോലെ അവരുടെ സൈന്യത്തിൽ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലും എല്ലാ മതക്കാരും ഉണ്ട്. അതിന്റെ ഒരു വളരെ വലിയ ഉദ്യോഗസ്ഥൻ, കേഡറാണോ ബ്രിഗേഡിയാണോ എന്ന് മറന്നുപോയി, അത് ഇവിടെ ഡ്രൂസാണ്. ഡ്രൂസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഷിയ വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുണ്ടായ ഒരു ഗ്രൂപ്പാണ്. അത് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല, ഒരു പ്രത്യേക മതം തന്നെയാണ്. അത് ലോകത്ത് പല രാജ്യങ്ങളിലുള്ള മതമാണ്, ചെറിയ മതമൊന്നുമല്ല. ഏതാണ്ട് ജൂതന്മാരെ പോലെ ചെതറി കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇറാഖ്, സിറിയ, ഇസ്രയേൽ ഈ രാജ്യങ്ങളിലാണ്. പക്ഷേ അമേരിക്കയിൽ, കാനഡയിലൊക്കെ ഡ്രൂസ് ഉണ്ട്. യസീദികളെ പോലെ. യസീദി എന്ന വാക്ക് നമ്മൾ കണ്ടത് IS വന്ന കാലത്താണ്. അപ്പൊ ഞാനിങ്ങനെ കത്തുകൾ എപ്പോൾ പരസ്പര ബന്ധമില്ലാതെ പറയുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെറിയ സമയത്തേക്ക് പവർ സ്പീച്ചുകൾ, ഒരുപാട് വിഷയങ്ങൾ ചെറിയ സമയത്തേക്ക് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഡേറ്റ് വെച്ച് കുറിച്ച് പോകാൻ പറ്റില്ല. അവിടെ സമയം നമുക്കില്ല. ഇസ്രായേലിന്റെ ചരിത്രം നോക്കുമ്പോൾ ഒരു 3500-4000 വർഷം ചരിത്രം അവർക്കുണ്ട് ജൂതന്മാർ. അന്നത്തെ ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ ഉള്ള ഈ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏകദേശം ഏറെക്കുറെ ആ പ്രദേശത്ത് തന്നെ ആയിരുന്നു ഈ ജൂതന്മാർ ജനിച്ചു വളർന്നത്. എന്ന് അവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു മതവിഭാഗമാണ് ജൂതന്മാർ. അതിനുശേഷമാണ് ക്രിസ്ത്യാനികളായാലും ജൂസ് ആയാലും അറബികളായാലും അവർ വന്നിട്ടുള്ളത്. പിന്നെ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭാഷ അറബിയല്ല, അവിടുത്തെ മതം ഇസ്ലാമും ആയിരുന്നില്ല. കാരണം ഈ ജൂതന്റെ കിതാബിലോ ക്രിസ്ത്യാനികളുടെ കിതാബിലോ ഇസ്ലാം എന്നൊരു വാക്കോ മുഹമ്മദ് എന്നൊരു വാക്കോ അള്ളാഹു എന്നൊരു വാക്കോ ഇല്ല. ജൂതന്റെ കിതാബിൽ ക്രിസ്തു എന്നൊരു വാക്കുമില്ല, ക്രിസ്ത്യാനി എന്നൊരു വാക്കുമില്ല. അവരുടെ കിതാബുള്ള കാലത്ത് ഈ ക്രിസ്ത്യാനി ജനിച്ചിട്ടില്ല. ക്രിസ്ത്യാനി കിതാബ് എഴുതുമ്പോൾ മുസ്ലിം ജനിച്ചിട്ടില്ല. അപ്പൊ ഈ മതങ്ങളൊക്കെ നിലനിന്ന കാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നില്ല, അറബി ഭാഷയും ഉണ്ടായിരുന്നില്ല. അറബി ഭാഷ ഒരു അധിനിവേശ ഭാഷയാണ്. ഇന്ന് ലോകത്ത് സൗദി അറേബ്യയിൽ മാത്രം ഉണ്ടായിരുന്ന ഭാഷ. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന യമനും ഒമാനും UAE ഒക്കെ പെടും. അതൊരു അമേരിക്കൻ അറേബ്യൻ ഉപദ്വീപിന്റെ ഒരു ഭാഷയായിരുന്നു. ആ ഭാഷ ഇന്ന് 22 ലോകരാജ്യങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെ വന്നു? എങ്ങനെ ഇംഗ്ലീഷുകാർ ലോകം മുഴുവൻ കീഴടക്കിയോ, സ്പാനിഷുകാർ കീഴടക്കിയോ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ അവരുടെ ലാംഗ്വേജിനെ മറ്റ് രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിച്ച അതേ രീതിയിൽ വാളിന്റെ ബലത്തിൽ അറബികൾ അടിച്ചേൽപ്പിച്ചതാണ് അറബി ഭാഷ. ഇന്ന് ലോകത്ത് 45 കോടി ജനങ്ങൾ അറബി സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറബി പഠിക്കുന്ന പിള്ളേർ കേരളത്തിലായിരിക്കും. സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ഇവിടെ പഠിക്കുന്ന അറബി നമ്മുടെ നാട്ടിൽ. അപ്പൊ നമ്മളും ആ 22 രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് 23ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യയും വരാം, അറബി രാജ്യമായിട്ട് അവിടെ തന്നെ. അപ്പൊ ഇതാണ് അറബിയുടെ ചരിത്രം. അപ്പൊ ഈ 3500 കൊല്ലം 4000 കൊല്ലം മുമ്പ് മുതലേ ഈ ജൂതന്മാർ ആ ഇസ്രായേൽ പരിസരത്ത്, ഞാൻ പ്രത്യേകം പറയുന്നു, ഇന്നത്തെ ജോഗ്രഫി അല്ല അന്നത്തെ ജോഗ്രഫി, ആ ബോർഡറൊക്കെ വേറെ ഇരിക്കാം, അവിടെ ജീവിച്ചിരുന്നു. അവര് ഒരു പ്രത്യേകതരം ആൾക്കാരായിരുന്നു. അവരുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് പിന്നീട് വന്ന ക്രിസ്ത്യാനികളും അതിനുശേഷം വന്ന മുസ്ലിങ്ങളും ഈ ഡ്രൂസും യസീദികളും ഒക്കെ കോപ്പി അടിക്കുന്നത്. ഏറ്റക്കുറച്ചിലുകളാണ്. പക്ഷെ അവർ ഏറ്റവും നന്നായി കോപ്പി ചെയ്യുന്ന ഒരു മതവിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുതയുള്ള ജൂതനും മുസ്ലിമും
ഫോളോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പോയി കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഒരമ്മ പറ്റ അളിയന്മാരാണ്. ഉദാഹരണം പറയാം, ആ ചെറിയ വട്ടത്തൊപ്പി ഇവിടെ വയ്ക്കുന്നത് ജൂതനും വയ്ക്കുന്നുണ്ട്, മുസ്ലിമും വയ്ക്കുന്നുണ്ട്. രണ്ടുപേരും വാങ്ങ് വിളിക്കുന്നുണ്ട്. അവർ വിളിക്കുന്നതിന് വാങ്ങുന്ന പേര് എനിക്കറിയില്ല, പക്ഷെ വിളിക്കുന്നുണ്ട്, എന്തോ പോകുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്ക് ഒരുത്തിന് ഹലാലാണെങ്കിൽ വേറെ കോഷവും അത് കഴിക്കുള്ളൂ. അത് ജൂതൻ മറ്റൊരുത്തരെ വിട്ടിട്ട് മാംസം കഴിക്കില്ല, മുസ്ലിം വേറെ വിട്ടിട്ട് മാംസം കഴിക്കില്ല. കാരണം ഈ ഹലാൽ കോഷ പ്രശ്നമുണ്ട്. അവർ രണ്ടുപേരും നിസ്കരിക്കുന്നുണ്ട്. അത് കൃത്യം 5 നേരമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ രണ്ടുപേരും കുട്ടത്തിൽ നിസ്കരിക്കും. എല്ലാ അർത്ഥത്തിലും ഈ രണ്ടു കൂട്ടരും ഏകദൈവ വിശ്വാസികളാണ്. രണ്ടു കൂട്ടർക്കും പ്രവാചകരുണ്ട്. ഒരുത്തരും മുഹമ്മദാണ്, ഒരുത്തരും മോശ. എല്ലാം 100% കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത പുതിയ ഭാഷ പറഞ്ഞത്. അതാണ് ഇസ്ലാം, ജൂതന്റെ കോപ്പി. എന്നിട്ടാണ് ഇവർ തമ്മിൽ ലോകത്ത് ഏറ്റവും വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊരു തമാശയാണ്. ഒരു വ്യത്യാസമില്ലാത്ത 2 മനുഷ്യരാണ്. പക്ഷെ അത് വ്യത്യാസം നമ്മൾ കാണുന്നത് 1% കൂടുതലേ ഉള്ളൂ ലോകത്ത് ജൂതന്മാരുടെ എണ്ണം. മുസ്ലിങ്ങളുടെ എണ്ണം ഏതാണ്ട് 4-1 ലോകത്തിന്റെ 4-1, 25% ഏകദേശം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം ആയിരിക്കും. കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരു കാര്യം, എല്ലാം ഏകദേശക്കാരനാണ്. അപ്പൊ ഈ 1% ജൂതൻ ലോകത്ത് ഇന്ന് വരെ കൊടുത്ത നോബൽ സമ്മാനങ്ങൾ 900-ൽ പരമാണ് ഏകദേശം. അതിൽ 200-ൽ പരം ഏകദേശം 200ഓളം നോബൽ സമ്മാനങ്ങൾ നേടിയത് ഈ 1-1.25% വരുന്ന ജൂതന്മാരാണ്. അതേസമയം ഈ 4-ൽ ഒരാളായ മുസ്ലിങ്ങൾ ഇതുവരെ നേടിയ നോബൽ സമ്മാനം 10-ൽ താഴെയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 8-9. അതിൽ തന്നെ ശാസ്ത്രത്തിന് നേടിയത് 3 വെറും 3. ബാക്കിയെല്ലാം സമാധാന നോബലാണ്. നമ്മുടെ ഇയാൾക്ക് പലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് ഒരാളാണ്. നമ്മുടെ ഈ മുഹമ്മദ് യൂനിസ് ഇവിടുത്തെ പലസ്തീനിലെ ബംഗ്ലാദേശിലെ പുതിയ ജിഹാദി നേതാവ് അയാൾ ഒരാളാണ്. മലാല യൂസഫായി ഒരാളാണ്. അങ്ങനെ 4-5 പേർക്ക് സമാധാന നോബൽ കൊടുത്തിട്ടുണ്ട്. ഈ മുഹമ്മദ് യൂനിസ് ബാങ്കറാണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടത്തിയ പോലത്തെ ഒരു മൈക്രോ ഫൈനാൻസ് ചെയ്ത ആളാണ്. അയാൾക്ക് എങ്ങനെയാണ് ഈ നോബൽ സമ്മാനം സമാധാനത്തിൽ കിട്ടിയിരിക്കില്ല. എന്തായാലും നോബൽ സമ്മാന കമ്മിറ്റിയൊന്നും നമ്മൾ പരിശോധിക്കാൻ പോകുന്നില്ല. അവരെ തീരുമാനങ്ങൾ എടുക്കട്ടെ. അങ്ങനെ 9 എണ്ണത്തിൽ 4, 5, 6 സമ്മാനങ്ങൾ സമാധാനത്തിനാണ്. ശാസ്ത്രത്തിന് കിട്ടിയത് 3. പക്ഷേ ജൂതന് കിട്ടിയ 200ഓളം നോബൽ സമ്മാനങ്ങളിൽ സമാധാന നോബൽ കിട്ടിയത് വളരെ കുറവാണ്. 2-3 കഴിയും. ഈ ഇഷാത്ത് രാജ്യം അയാൾക്ക് കിട്ടിയിട്ട് വേറെ ഒന്നും. ബാക്കിയെല്ലാം കിട്ടിയത് സയന്റിഫിക് റിസർച്ചിനും സയന്റിഫിക് ഇൻവെൻഷൻസുമാണ്. അപ്പോൾ ഈ ഒരു ജനത അവർ പറയുന്നത് ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. മുസ്ലിങ്ങളും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന്. ക്രിസ്ത്യാനികൾക്ക് ഉണ്ടെന്നോ എന്നുള്ള വാക്ക് എനിക്കറിയില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ ക്രിസ്തുമതം ഉപേക്ഷിച്ച ഒരാളാണ്. ഈ മതപരമായ അറിവ് തീരില്ല. അപ്പൊ ഈ ഇങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും സത്യത്തിൽ ഇവരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണോ എന്ന് സംശയിക്കാറുണ്ട്. ഇനി അവരെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ ഈ കഴിഞ്ഞ നമുക്കറിയാം ചരിത്രത്തിൽ നിരന്തര പോരാട്ടമായിരുന്നു. ഈ ആധുനിക ഇസ്രായേലിന്റെ ചരിത്രം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സമയക്കുറവുള്ളൂ. അതിപൂരാതെ കാലത്തേക്ക് നമുക്ക് സമയമില്ല. 1917 മുതൽ നമുക്ക് എടുക്കാം. 1914 to 1918 ആയിരുന്നു വേൾഡ് വാർ 1. ആ വേൾഡ് വാർ 1 ബ്രിട്ടന് എല്ലാവർക്കും നല്ല അടിപറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടക്കുറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 ലോകമഹായുദ്ധങ്ങൾ നടത്തിയത് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ തമ്മിലാണ്. അത് ഓർക്കണം. അവിടെ ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലോ ജൂതനും മുസ്ലിം തമ്മിലോ അല്ല, ക്രിസ്ത്യാനിയും തമ്മിലായിരുന്നു മെയിൻ യുദ്ധം. അത് ക്രിസ്ത്യൻ അല്ലാത്ത ഒരു രാജ്യം, പ്രബല രാജ്യം പങ്കെടുത്തത് ജപ്പാൻ മാത്രം. സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടന് വലിയ അടിപറ്റി സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുമ്പോൾ ജൂതന്മാരും അറബികളും ബ്രിട്ടനെ സഹായിച്ചു, സാമ്പത്തികമായിട്ടും പട്ടാളത്തിൽ കൊടുത്തു. പകരം ജൂതന്മാർക്ക് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് ബ്രിട്ടൻ വാക്കുകൊടുത്തു. അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആർതർ ബാൽഫർ എന്ന് പറഞ്ഞ ആ ഫോറിൻ സെക്രട്ടറിയാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബാൽഫർ ഡിക്ലറേഷൻ. അത് 1917 ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അതിൽ പറഞ്ഞിരിക്കുന്നു ജൂതന്മാർക്ക് ഒരു നാട്, സ്വന്തമായൊരു രാജ്യം സ്ഥാപിക്കാൻ ബ്രിട്ടൻ അവരെ സഹായിക്കാം, യുദ്ധത്തിന് ശേഷം സഹായിക്കാമെന്ന് പറഞ്ഞു. അത് അവർ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1948 ഒരു ജൂതരാഷ്ട്രം നിലവിൽ. 1947 യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പാർട്ടീഷൻ പ്ലാൻ പ്രകാരം ഈ ഇന്നത്തെ പാലസ്തീൻ പറയുന്ന ആ വിശാലമായ ഏരിയനെ 2ആയി തിരിച്ചിട്ട് ഒന്ന് ജൂതനും ഒന്ന് അറബിക്കും കൊടുത്തു. ജൂതന് 55% ഏകദേശം, അറബിക്ക് 45% ഏകദേശം. അത് പറയാൻ കാരണം ആ ഏകദേശം പറഞ്ഞില്ലെങ്കിൽ 200 100 ആവും. 100 ഇല്ല. ഒരല്പം പ്രദേശം, ഈ ജെറുസലേം പ്രദേശം
ഒരു കോമൺ ടെറിട്ടറി ആയിട്ട്, നോ മാൻസ് ലാൻഡ്, ഒരു ഇന്റർനാഷണൽ ടെറിട്ടറി ആയിട്ട് സൂക്ഷിച്ചു. അവിടെ ഈ മൂന്ന് മതങ്ങളുടെയും പ്രധാനപ്പെട്ട ദേവാലയങ്ങളുള്ളതുകൊണ്ട് ക്രിസ്ത്യാനി, മുസ്ലിം, ജൂതൻ. അപ്പൊ ഇവിടെ ഈ മൂന്ന് കൂട്ടർക്കും യഥേഷ്ടം വന്ന് യാത്ര ചെയ്ത് വരാനും താമസിക്കാനും പൂജകളും വഴിപാടുകളും നടത്താനും സൗകര്യത്തിന് വേണ്ടി അതിന്റെ കോമൺ ടെറിട്ടറി വെച്ചുകൊണ്ട് ഏകദേശം 55-45 രീതിയിൽ ഭാഗിച്ചു. അതില് അതിന്റെ പോപ്പുലേഷനിൽ ജൂതന്റെ പോപ്പുലേഷനേക്കാളും ഏകദേശം ഇരട്ടി പോപ്പുലേഷൻ അറബികളുടെ, പലസ്തീൻകാർ. അറബി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ അറബി, ക്രിസ്ത്യൻ മുസ്ലിം രണ്ടറബി അങ്ങനെയായിരുന്നു. അതിന് ഇവരെതിർത്തു, അറബികളെതിർത്തു, ഒരു സ്വീകരിച്ചില്ല ആ പ്ലാൻ. അങ്ങനെ കൂടുതൽ ഏരിയ 55% ജൂതന് കൊടുക്കാനുള്ള കാരണം ജൂതന് കൊടുത്ത ഏരിയകളെല്ലാം ബാരൻ ലാൻഡായിട്ട്, കൃഷിക്ക് പറ്റില്ല, ഒരു ഉണങ്ങിയ സ്ഥലങ്ങൾ, ഡ്രൈ ലാൻഡ്. പക്ഷെ ഇവർക്ക് കൊടുത്ത 45% കുറെ കൂടെ ഫെർട്ടൈൽ ലാൻഡായിരുന്നു. ഈ നമ്മുടെ കേരളം പോലത്തെ ഗ്രീൻ ലാൻഡായിരുന്നു കുറെയൊക്കെ. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പ്ലാൻ വെച്ചത്, ഇവർക്ക് കുറവും അത് കൂടുതലും. പക്ഷെ അറബികൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇസ്രയേല് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അവരെ കിട്ടിയ ഭൂമി മതി, ഞങ്ങൾ ഇൻഡിപെൻഡന്റ് കൺട്രി ആവാം എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി, അന്ന് 1947 യുണൈറ്റഡ് നേഷൻസിന്റെ പ്ലാൻ വന്നു, ഈ പാർട്ടിഷൻ പ്ലാൻ. 1948 ബ്രിട്ടൻ അവരുടെ UN മാൻഡേറ്റ് ഒഴിഞ്ഞ് ആ ഏരിയ ബ്രിട്ടനിലേക്ക് തിരിച്ചു. ഇന്ത്യ വിട്ടുപോയ പോലെ നമ്മുടെ ഇന്ത്യയിൽ 47 പോയി, പലസ്തീനിൽ നിന്ന് 42 പോയി. ആ സമയത്ത് ഇതിന് പോകാൻ കാരണം ഈ പലസ്തീൻ വിട്ടുപോയതും ഇന്ത്യ വിട്ടുപോയതൊക്കെ സമാന കാരണമാണ്. സെക്കൻഡ് വേൾഡ് വാറിലുണ്ടായ അടിയാണ്, ബ്രിട്ടനിന്റെ അടി. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടൊക്കെ തകർന്ന തരിപ്പനായിരിക്കുമ്പോൾ ഇത്തരം കോളനികളെ കയ്യിൽ പിടിച്ചൊതുക്കി നിർത്താനുള്ള ആ കൈക്ക് ബലമില്ലാതെയാണ്, അത് വിരലുകൾക്ക് ബലമില്ലാതെ പിടിച്ചെടുക്കാൻ. അങ്ങനെ അവർ ഓരോന്നോരോന്നായിട്ട് വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയപ്പോൾ ഈ വിട്ടുപോയി 47 മനുഷ്യൻ 48 വിട്ടു. ഉടനെ തന്നെ ഇവർ വളരെ പെട്ടെന്ന് ഒട്ടും സമയം കളയാണ്ട് ഇസ്രയേൽ സ്വന്തമായ രാജ്യം പ്രഖ്യാപിച്ചു, ഇൻഡിപെൻഡന്റ് ഇസ്രയേൽ. പ്രഖ്യാപിച്ചതിന്റെ വെരി നെക്സ്റ്റ് ഡേ ചുറ്റുമുള്ള 6-7 അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിച്ചു. ഞാനിപ്പോൾ ആലോചിക്കാൻ, ഞാൻ ഈ പറഞ്ഞൊരു ചരിത്രത്തിൽ പറഞ്ഞല്ലോ, അവന്റെ കഥയാണ്, എഴുതുന്നതിന്റെ കഥ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു രാജ്യം അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിന് അപ്പുറത്തുള്ള ശക്തമായ രാജ്യങ്ങൾ, സംഘടിതമായ രാജ്യങ്ങൾ, എസ്റ്റാബ്ലിഷ് രാജ്യങ്ങൾ, അവർക്ക് എസ്റ്റാബ്ലിഷ് ആർമി, നേവി ഒക്കെ ഉണ്ട്. അവർ ആക്രമിക്കുമ്പോൾ എങ്ങനെ ഈ രാജ്യത്തെ പിടിച്ചെടുത്താൻ കഴിയും? ഇവർ പട്ടാളത്തെ രൂപീകരിച്ച് വരുന്നില്ലേ ഉള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ, 1 ദിവസമായിട്ടുള്ളൂ. പക്ഷെ ആ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിച്ചു. ഇസ്രയേലിന്റെ കൂടെ അവർ ദൈവമായ യഹോവ, അവരെ യാവേ, ആ യാവേ, അപ്പൊ യാവേ, നമ്മുടെ മലയാളികൾ യഹോവ എന്ന് പറയും. ഈ യാവേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, യാവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നെങ്കിലും തെളിയിക്കാൻ പറ്റിയ കാരണമായിരുന്നു. ഈ പഴക്കം ചെന്ന പാരമ്പര്യ രാജ്യങ്ങളെല്ലാം ഈ പുതിയ രാജ്യം, ബേബി രാജ്യം, ഒരു ദിവസം പ്രായമുള്ള പുതിയ രാജ്യം അവരെ തോൽപ്പിച്ചു. ഓരോ യുദ്ധത്തിന് അറബ് രാജ്യങ്ങൾ തോൽക്കുമ്പോഴും കൂടുതൽ പലസ്തീനികളെ അവിടുന്ന് ഓടിച്ചു, കൂടുതൽ ലാൻഡ് അവർ കൈക്കലാക്കിച്ചു പലപ്പോഴായി. അപ്പൊ ഈ 1948 മുതൽ 2024 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 10-15 അക്കോർഡുകൾ, 10-15 എഗ്രിമെന്റുകൾ. അതിൽ നമ്മുടെ ഒരു എഗ്രിമെന്റിന്റെ പേരാണ് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, ഒന്ന് ഓസ്ലോ അക്കോർഡ്, അത് 93, ക്യാമ്പ് ഡേവിഡ് 2000. ഇങ്ങനെ പല പ്രാവശ്യം ഈജിപ്തുമായിട്ടും സിറിയുമായിട്ടും ജോർദാനുമായിട്ടും ലെബനനുമായിട്ടും യുണൈറ്റഡ് നേഷൻസിന്റെ ലീഡർഷിപ്പിലൊക്കെ പല ചർച്ചകളും പല എഗ്രിമെന്റും ഉണ്ടായെങ്കിലും ഈ പ്രശ്നം തീർന്നില്ല. അതിന് മെയിൻ കാരണം ഞാൻ പറഞ്ഞ പോലെ മതമാണ്. എന്താണ് മതം? മുസ്ലിങ്ങൾ മതം ശരിക്കും പഠിക്കുന്ന ഒരു മതമാണ്. മറ്റു മതസ്ഥരെ പോലെ നാമധാരികളല്ല. യൂതരും മതം പഠിക്കും. ഇപ്പൊ ഹിന്ദുക്കളൊന്നും മതം പഠിക്കുന്നില്ല. ഒരു ട്രഡീഷണലായിട്ട് കുറെ ആചാരങ്ങൾ പഠിക്കുന്നു, ജാതി പഠിക്കുന്നുണ്ട്, മതം പഠിക്കുന്നില്ല. ജാതി പഠിക്കുന്നു, ജാത്യാചാരങ്ങൾ പഠിക്കുന്നു, സമ്പ്രദായങ്ങൾ പഠിക്കുന്നു, അങ്ങനെ പോകുന്നു. മതം കൃത്യമായി പഠിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ രാമന്റെ ഭാര്യയാണോ സീത, അതോ പെങ്ങളാണെന്ന് വെച്ചാൽ പറയാൻ സംശയിക്കും ആൾക്കാർക്ക്. സീത കൃഷ്ണന്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഈ കഥകളൊക്കെ നമ്മൾ മാറിപ്പോകും, പഠിക്കാൻ തോന്നും. പക്ഷെ മുസ്ലിങ്ങൾ കൃത്യമായി പഠിക്കുന്ന ആൾക്കാരാണ്, ജൂതന്മാരെ പോലെ തന്നെ. അങ്ങനെ ഇവരുടെ കിതാബില് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പല കുറി എഴുതി വെച്ചിട്ടുണ്ട്, ജൂതൻ നമ്മുടെ ശത്രു. ക്രിസ്ത്യാനി ശത്രുവാണ്, പക്ഷെ ജൂതനാണ് 1-ാം നമ്പർ ശത്രു. അപ്പൊ ജൂതനെ കണ്ടിടത്ത് വെച്ച് വെക്കുക, ഇടത്തെ കഴുത്തും വലത്തെ കാലം വെക്കുക, അങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, പല കുറി ഈ കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചാണ് ഈ മുസ്ലിം കുട്ടി വളർന്നത്. അതുകൊണ്ട് തന്നെ ജൂതനോട് ഒരു പാരമ്പര്യമായിട്ടൊരു പക മനസ്സിലുണ്ട്. ഇതാണ് ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഒരിക്കലും തീർക്കാൻ പറ്റാത്തവർക്ക് അതിന്റെ ഒരു കാര്യം. രണ്ടാമത് പലസ്തീൻകാർക്ക് മുദ്രാവാക്യമുണ്ട്. അത് ഈ നോവലിൽ ഞാൻ കണ്ടില്ല, നമ്മുടെ നോവലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും, എന്റെ പവർ റീഡിങ്ങിൽ മിസ്സായി പോയതായിരിക്കാം. റിവർ ടു ദ സീ,
ഒരു മുദ്രാവാക്യം. നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണ് റിവർ ടു സീ. ഞാൻ പല പത്രങ്ങളിലും പല വീഡിയോകളും കേട്ടു, റിവർ ടു സീ, റിവർ ടു സീ. അത് ആഴത്തിൽ പരിശോധിച്ച് വായിച്ച് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ. അതാണ് ഈ ഇസ്രായേലിന്റെ രണ്ട് അതിരുകളാണ്. ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടൽ, ഒരു വശത്ത് ജോർദാൻ നദി. ഈ നദി മുതൽ കടൽ വരെ, അതാണ് റിവർ ടു ദ സീ. അത്രയും പ്രദേശം ഞങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോവുക. ഇതാണ് പലസ്തീന്റെ മുദ്രാവാക്യം. പലസ്തീൻകാർ ഞങ്ങൾക്ക് കുറച്ച് ഭൂമി തരണമെന്നോ നിങ്ങളുടെ പള്ളി വിട്ടു തരണമെന്നോ ഞങ്ങൾ സ്വന്തം രാജ്യം വേണമെന്നോ ഉള്ളതല്ല. ഇതാണ് മെയിൻ മുദ്രാവാക്യം. ഇതാണ് റിവർ ടു ദ സീ ഈസ് അവേഴ്സ്, ഇറ്റ് ഈസ് പാലസ്തീൻ. അത് ജൂതന്മാർ അംഗീകരിക്കുമോ? എത്ര യുദ്ധം നടന്നാലും എത്ര ആയിരം പേര് ചത്താലും അവർ അംഗീകരിക്കുന്ന അവർക്ക് ആളുകളുണ്ട്. ജൂതന്മാർക്ക് ഒരു നാട് എന്തുകൊണ്ട് വേണ്ടി വന്നു ഞാൻ പറഞ്ഞത്. ഈ ജൂതന്മാരുടെ സ്വഭാവം, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ലോകം മുഴുവൻ ജൂതവിരുദ്ധരായി. ആന്റി സെമിറ്റിസം, ഇപ്പൊ പുതിയ വാക്ക് ഇസ്ലാമോഫോബിയ ഒരു വാക്കുണ്ട്, ഒരു മുസ്ലിം വിരുദ്ധതയാണ്. അതുപോലെ ജൂതവിരുദ്ധയുടെ വാക്കായിരുന്നു ആന്റി സെമിറ്റിസം. എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ ലോകത്ത് ആദ്യം കണ്ടുകൂടാ. ജൂതന്മാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ഒരു നാടായിരുന്നു കേരളം എന്നും ഇവിടെ കൊച്ചിയിലേക്ക് വന്ന് അവർ ഹാപ്പിയായിട്ട് ജീവിച്ചു നമ്മളൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെയും വലിയ കെട്ടിപ്പിടുത്ത ഉമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഇവിടെ നമ്മൾ അവരെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ 1948 ഇസ്രായേൽ രൂപീകരിച്ചപ്പോ അവർ കുടുക്കയുമായിട്ട് ഇവിടുന്ന് ഓടി പോകില്ലായിരുന്നു. ഇവിടെ ജീവിച്ചത് എവിടേക്ക് പോകും? എന്തുകൊണ്ട് പോയി? അപ്പൊ ഇവിടെയും അവർ ഒറ്റപ്പെട്ടിരുന്നു. അവരോട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് എന്തൊക്കെയോ ചെറിയ മാനസിക വിഷമുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ കൊന്നിട്ടുണ്ടാവില്ല, അടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു മനപ്പൊരുത്തം കുറവുണ്ടായിരുന്നു, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പോയത്. അതിനെതിരെ പോകണം. 1000-ൽ പരം കൊല്ലം ജീവിച്ചത് കൊച്ചിയിൽ. 1000 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സാണ്, 20 വർഷമാണ് ഒരു ശരാശരി ആയുസ്. കാരണം പണ്ടൊക്കെ 15 വയസ്സ് കല്യാണം കഴിക്കും, 20 വയസ്സ് കുട്ടിക്കും. അപ്പോൾ 100 കൊല്ലത്തിൽ 5 തലമുറ, 1000 കൊല്ലത്തിൽ 50 തലമുറകൾ ജനിച്ച് ജീവിച്ച കേരളത്തിൽ മലയാള ഭാഷ മാത്രം അറിയുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവർ ഇവിടുത്തെ കൊയ്ത്തുപാട്ടും ഇവിടുത്തെ നമ്മുടെ വഞ്ചിപ്പാട്ടും പാടി നടന്നൊരു മനുഷ്യർ ഏതോ മരുഭൂമിയിൽ കൊച്ചു രാജ്യം എന്ന് പറയുമ്പോൾ ഇത്രത്തോളം പച്ചപ്പുള്ള 44 നദികൾ വടക്കോട്ടും തെക്കോട്ടൊക്കെ ഒഴുകുന്ന, കിഴക്കോട്ടും പടിഞ്ഞാറും ഒഴുകുന്ന ഈ പച്ച ഭൂമിയിൽ നിന്ന്, ഹരിത ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആ മരുഭൂമി മതി എന്ന് പറഞ്ഞിരുന്ന് ഓടിപ്പോയെങ്കിൽ ഇവിടെയും അവർക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവർക്ക് ലോകത്ത് എല്ലായിടത്തും അസ്വസ്ഥതയുണ്ട്. അവരുടെ കയ്യിരിപ്പ് കേട്ടോ, അവരുടെ കയ്യിരിപ്പ് മാത്രം കാരണം. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കില്ല, ഒരു പോഷകേ കഴിക്കും. പോഷണം അവരുടെ ഹാലാണ്, അവരുടെ രീതിയാണ്. എനിക്ക് അതിന്റെ ശാസ്ത്രം പറയാൻ പാടില്ല. ഈ ഇടത്ത് നിന്നിട്ട് വലത്തോട് അറക്കുവോ, വലത്ത് നിന്ന് ഇടത്തോട്ട് അറക്കുവോ, അറക്കുമ്പോൾ ഏതോ ക്രിസ്പി ചൊല്ലോ മുദ്രാവാക്യം ചൊല്ലോ, അവർക്ക് അവരുടെ ഇഷ്ടം. അങ്ങനെ എന്തൊക്കെ ചൊല്ലിട്ടാണ് അവർ തിന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല, അവർ മറ്റു സമയത്ത് കല്യാണം കഴിക്കില്ല, അവർ മറ്റുള്ളവരുടെ കൂട്ടുകൂടില്ല. അവരുടെ വേറൊരു തൊഴിൽ പണം പരിശീലിക്കലാണ്. ഈ പണം പരിശീലിക്കുന്ന മനുഷ്യരെ ലോകത്ത് ആഘോഷമാണ്. കാരണം എപ്പോഴും അവരുടെ പലിശ കുറച്ച് കൂടുതലായിരിക്കും. ഈ വെട്ടിപ്പലിശക്കാരെന്ന് പറയുന്നത് ബ്ലേഡുകാരൻ, അവരുടെ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടില്ല. നമുക്ക് പലപ്പോഴും ആവശ്യം വരുമ്പോൾ അവൻ പൈസ തന്നിട്ടുണ്ടാവും, നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലെപ്പോഴും ശാപം, നീ ഗുണം പിടിക്കാതെ പോട്ടെ. ആ ചിന്ത ഈ ജൂതന്മാരുടെ ലോകത്ത് എല്ലാവർക്കും ഉണ്ടായി. ഇവര് ഈ പണത്തിന്റെ ഡീലിങ്സിൽ സ്പെഷ്യലി സ്കിൽഡായിരുന്നു, മണി മാറ്റേഴ്സ്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ ലോക ഫിനാൻസ് നിയന്ത്രിക്കുന്നത് ഈ ജൂവാണ്. അത് പേര് ഇന്റർനാഷണൽ ജൂന്നാണ്. അമേരിക്കയുടെ സമ്പത്തുകാരെ കൺട്രോൾ. എന്തുകൊണ്ടാണ് ജൂതൻ എന്ത് തെറ്റ് ചെയ്താലും, അപ്പോൾ പാലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ കൊന്നു കളഞ്ഞാലും അമേരിക്ക ജൂതന്റെ കൂടെയാണ്, ഇസ്രായേലിന്റെ കൂടെ. കാരണം ഈ ഇസ്രായേലിലെ ജൂതനെ എല്ലാം ഇഷ്ടപ്പെടുന്നത് അമേരിക്കയിലെ ജൂതന്മാരെയാണ്. അവരാണ് അമേരിക്കയിലെ മിക്കവാറും ബാങ്കുകളുടെ കൺട്രോൾ ചെയ്യുന്നത്, മണി കൺട്രോൾ ചെയ്യുന്നത്. ഫിനാൻസ്, ഇന്റർനാഷണൽ ഫിനാൻസ് അവരുടെ കയ്യിലുണ്ട്. നമുക്കറിയാത്ത നമ്മുടെ കേരളത്തിൽ ഗുരുവായൂർ പോലും ജൂതന്റെ പണം കിടന്ന് കളിക്കുന്നുണ്ടാവും. നമ്മളറിയില്ല ആരുടെ കാര്യം പണം കിടക്കുന്നത്, അവർ അറിയാം. ഈ മണി മാറ്റേഴ്സും മണിയുടെ ഡീലിങ്സും ഉള്ളതുകൊണ്ട് തന്നെ ജൂതന്മാരെ ലോകത്തെല്ലാം മനുഷ്യരും വെറുത്തിരുന്നു. പിന്നെ ഞാനീ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കടലില്ല, മറ്റ് സമൂഹത്തിലൂടെ കടലില്ല. എപ്പോഴും എണ്ണയും വെള്ളവും പോലെ വേറിട്ട് കിടക്കും. അവന്റെ ഞമ്മന്റെ ആള്, ഒരു കൺസെപ്റ്റാണ് ഞമ്മന്റെ ആള്, എല്ലാം ഞമ്മന്റെ ആള്. ആ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അവൻ മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരെ പ്രേമിച്ചൊരു കല്യാണം കഴിക്കില്ലായിരുന്നു. കാരണം പ്രേമിച്ചു കഴിഞ്ഞാൽ വേറെ രാജ്യക്കാരെ കണ്ടില്ലേ, അവന്റെ കമ്മ്യൂണിറ്റി തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അമേരിക്കയിൽ മാറി വരുന്നുണ്ട്. അമേരിക്കയിലെ ജൂതന്മാരും അമേരിക്കയിലെ ക്രിസ്ത്യാനും തമ്മിൽ കാസ്റ്റ് മാരേജ് നടക്കുന്നുണ്ട്. അതൊക്കെ മാറി, അത് മാറി. ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ജൂതനെ ലോകത്തെല്ലാവരും വെറുത്തിരുന്നു. എല്ലാ സ്ഥലത്തും ഇവരെ അടിച്ചോടിച്ചിരുന്നു, ഇവരെ കൊന്നിരുന്നു, ബലാത്സംഗം ചെയ്തിരുന്നു. അങ്ങനെ ഇവർ ലോകം മുഴുവൻ പലായനം ചെയ്യുന്ന ഒരു സമൂഹമാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ പാലസ്തീൻകാർക്ക് ഒരു പ്രശ്നമില്ല. അവർ പാലസ്തീൻകാർ അവിടുന്ന് ഓടുന്ന പഠിക്കാൻ തൊട്ടപ്പുറത്തെ രാജ്യങ്ങളിലേക്കാണ്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്. അവിടെ അവർക്ക് നല്ല സ്വീകരണമുണ്ട്. ആ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ സ്വീകരണം. കാരണം അവർക്ക് ജൂതന്റെ ശത്രുവല്ലേ, ജൂതന്റെ ശത്രു നമ്മുടെ മിത്രം, അങ്ങനെ പോകുന്നു. അപ്പോ ഈ
ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ മലയാളികൾ കാലങ്ങളായിട്ട് മുഖ്യം നമ്മൾ പലസ്തീന്റെ ഭാഗത്തായിരുന്നു. കാരണം നമുക്ക് ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല. യാസർ അറാബത്ത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിരുന്നു. ഇന്ത്യക്കാരന്റെ ഓരോ ഇന്ത്യക്കാരന്റെയും കുടുംബത്തിലും മെമ്പറായിരുന്നു യാസർ അറാബത്ത്. പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പുറത്തു വന്നു. അദ്ദേഹം കോടിക്കണക്കിന് ഡോളർ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് സംഭാവന. അത് അദ്ദേഹം ഈ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ അക്കൗണ്ട് അല്ലിട്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ജോയിന്റ് അക്കൗണ്ട് ഇട്ട് വെച്ചു. അത് മരിച്ച ഉടനെ അടുത്ത ഫ്ലൈറ്റ് കയറി ഭാര്യ ഫ്രഞ്ചുകാരിയായിരുന്നു. പാരീസിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ കോടാനോട് ഡോളർ കൊണ്ട് പാരീസിൽ പോയിട്ട് സ്വിച്ച് ജീവിച്ചിരിക്കുകയാണ്. അവിടെ ഈ പലസ്തീന് വേറെ സംഭവമുണ്ട്. അവിടെ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹമാസിന്റെ പ്രശ്നം നടക്കുമ്പോൾ ഓരോ പ്രശ്നം നടക്കുമ്പോഴും ഒരു 10 ജൂതൻ തത്താലും ഒരു 10 പലസ്തീൻകാർ തത്താലും അതനുസരിച്ച് ഫണ്ട് വന്നുകൊണ്ടിരിക്കും ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക്. അവരുടെ സർക്കാർ മുഴുവൻ അത് കൊടുക്കുന്നത് ഈ പലസ്തീനിലേക്ക് വേണ്ടിയിട്ടാണ്. വേറെ നമ്മൾ പറയാം, യുണൈറ്റഡ് നേഷൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഐക്യരാഷ്ട്ര സംഘടന. അവർക്ക് ഒരുപാട് ഏജൻസികളുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്, റിഫ്യൂജി കൺവെൻഷൻ ഉണ്ട്, ചൈൽഡ് ഉണ്ട്, കൺവെൻഷൻ ഓൺ ഹ്യൂമൻ ഉണ്ട്, 100,000 കൺവെൻഷൻസ് ഉണ്ട്, സംഘടനകളുണ്ട്. നമ്മൾ യൂണിസെഫ് ഉണ്ട്, പലതുണ്ട്. അതിൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഒരു സംഘടന ഈ പലസ്തീന് വേണ്ടി മാത്രമാണ്. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ദ പലസ്തീനിയൻ ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ എന്നാണ് പേര്. UNRWA, UNRWA എന്ന് പറയും. അങ്ങനെ ഒരു സംഘടന ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം, ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം. ഞാൻ ഒരു കാര്യം തെറ്റുപെടോ, രാജ്യമല്ലട്ടോ, പലസ്തീൻ ഒരു രാജ്യമേ അല്ല, ഒരു പ്രദേശം മാത്രമാണ്. ഇസ്രായേൽ ഒരു രാജ്യമാണ്, പലസ്തീൻ രാജ്യമല്ല. എങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രത്യേക ഏജൻസി ഫോം ചെയ്തിരിക്കുന്നു. ആ ഏജൻസിയുടെ കയ്യിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും യുണൈറ്റഡ് നേഷൻസിന്റെ ഫണ്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ വന്ന് വീഴുക. ഈ ഡോളർ നിൽക്കാതിരിക്കണമെങ്കിൽ പലസ്തീനിലും ഇസ്രായേലിലും എപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരിക്കണം. എപ്പോഴും ഒരു റോക്കറ്റ് അങ്ങോട്ട്, ഒരു റോക്കറ്റ് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇസ്രായേലിന്റെ ഇതിനിടയ്ക്ക് ഞാൻ ചരിത്രം പറയുമ്പോൾ ഇടയ്ക്ക് സ്ലിപ്പായി പോയി. ഈ 48 ശേഷം നടന്ന വലിയ യുദ്ധം, അല്ലെങ്കിൽ ചെറിയ യുദ്ധം നടന്നിട്ടുണ്ട്, 67 67 എല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഈ ഇസ്രായേലിനെ എന്തായാലും തോൽപ്പിക്കണം, റിവർ ടു ദി സീ നമ്മൾ കഴിഞ്ഞിരിക്കണം, ഇതിന് മൊത്തം കൊണ്ട് ആ മനുഷ്യരും കടലിൽ തള്ളണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചുറ്റുമുള്ള 6 ഇസ്ലാമിക രാജ്യങ്ങൾ, ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനാൻ, ഇറാഖ്, എന്തുകൊണ്ടും കൂടി ഞാൻ മറന്നുപോയി, 6 രാജ്യങ്ങൾ ഒന്നിച്ച് ഇവർക്ക് ഇസ്രായേലിനാണ് യുദ്ധം പ്രഖ്യാപിച്ചത്. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഭയന്ന് പേടിച്ച് മറിച്ചുപോയി, കാരണം മുഴുവൻ തോൽപ്പിക്കാൻ. പക്ഷെ എങ്ങനെയോ അവരുടെ യാവേ എന്ന് പറഞ്ഞ അവരുടെ ദൈവം, അവരുടെ വിശേഷപ്പെട്ട ദൈവം അവരെ രക്ഷിച്ചു. ആ യുദ്ധത്തിൽ അവർ ഈ 6 രാജ്യങ്ങളെ അടിച്ച് പരത്തി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, എയർഫോഴ്സുകൾ, അവരുടെ പ്ലെയിനുകൾ എല്ലാം വളരെ ഏർലി മോർണിംഗിൽ ഭൂമിയോട് മുട്ടി പറന്ന് മരച്ചില്ലുകളെ തട്ടി പറന്നുകൊണ്ട് റഡാറിൽ പെടാതിരിക്കാൻ വേണ്ടി പറന്ന് എല്ലാ എയർപോർട്ടുകളും നശിപ്പിച്ചു, എല്ലാ എയർഫോഴ്സ് വിമാനങ്ങളും നശിപ്പിച്ചു. അങ്ങനെ യുദ്ധം ജയിച്ചു. ആ യുദ്ധത്തിൽ യാവേ 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 വിശേഷപ്പെട്ട ജനമല്ലേ അവിടെ നിൽക്കട്ടെ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇവർ ആ യുദ്ധത്തിലാണ് അവര് ഈ സിറിയയുടെ ഇന്ന് ഗോലാൻ കുന്നുകളും ജോർദാന്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേക്കര, അർത്ഥമുണ്ട്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കര ഒരു കുറച്ച് സ്ഥലം, നമ്മുടെ നാട്ടുകാരുടെ ഗുരുവായൂരൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വെസ്റ്റ് ബാങ്കും ഈ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് സിനായ് പെനിൻസുലയും ഗാസയും ഇത്രയും അവർ പിടിച്ചെടുത്തു. ആ യുദ്ധത്തിലാണ് ഈ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭൂമി പിടിച്ചെടുത്തത്. പക്ഷെ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് അവര് ഈ ഈജിപ്തുമായിട്ടൊരു കരാറിൽ കൂടെ, ഒരു സമാധാന ഉടമ്പടിയിൽ കൂടെ ഈ സിനായ് പെനിൻസുല വിട്ടുകൊടുത്തു, ഗാസ സ്വതന്ത്രമാക്കി പലസ്തീൻ അതോറിറ്റിക്ക് കൊടുത്തു. നമ്മുടെ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുത്തില്ല. ഗോലാൻ കുന്നുകൾ സിറിയക്ക് വിട്ടുകൊടുത്തു. അത് സിറിയക്ക് വിട്ടുകൊടുത്ത് ഗോലാൻ കുന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും പിടിച്ചു. കഴിഞ്ഞ ആഴ്ച വെസ്റ്റ് ബാങ്ക് നമ്മൾ പലസ്തീൻകാരാണ്. അവിടെ ഇവരുടെ കസ്റ്റഡിയിലാണല്ലോ, ഭരണം പലസ്തീൻ അതോറിറ്റിക്ക്. പക്ഷെ അതിന്റെ സെക്യൂരിറ്റി പോലീസ് പട്ടാളൊക്കെ വെറുതെയാണ്. അവരവിടുന്ന് ഈ ജൂതന്മാരെ കൊണ്ടുപോയി കുടിയിരിക്കുക. ജൂതന്മാരുടെ കാര്യം വായിച്ചാണ് നമുക്ക് ചെയ്യുന്നത്. ഇവരിങ്ങനെ ഈ സർക്കാർ പറയുന്നതനുസരിച്ച് തോളത്തും മാളവും കെട്ടി കൂടും കൊടുക്കായിട്ട് പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അവിടെ വീട് വയ്ക്കുന്നു, താമസിക്കുന്നു. സർക്കാർ ഇവിടെ നീ അവിടെ താമസിക്കും, അങ്ങോട്ട് നോക്കും. ഈ പലസ്തീൻകാരിടയ്ക്ക് എന്ത് സംഘർഷം, എന്ന് വെട്ടുപൊത്തു. അത് കഴിഞ്ഞ് എന്ത് പറ്റും, അടിയിടാൻ പോയി ഓടി വരും. ഇപ്പൊ തന്നെ ഈ ലെബനനുമായിട്ട് വളർന്നായി ഹിസ്ബുള്ളയായിട്ട് 60,000 പേര് ലെബനൻ ബോർഡറിലുണ്ട് ജൂതന്മാർ. ഈ 60,000 പേര് അവർ മാറ്റി ഏതാണ്ടൊരു കഴിഞ്ഞ 5-6 മാസമായിട്ട് അത്രയും പേര് അത് വീട് ഒഴിപ്പിച്ച് വേറെ എവിടെ കൊണ്ട് ഷെഡിലിട്ടിട്ടുണ്ട്.
ഇപ്പൊ വീണ്ടും ഹിസ്ബുള്ളയെ നട്ടലടിച്ചു കൊടുച്ചപ്പോൾ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പൊ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ് ചോദിക്കുമ്പോൾ ഓടിക്കൊണ്ടേയിരിക്കും. പരസ്യക്കാർ തന്നെ അവർ അങ്ങോട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സ്ഥിരം വീടില്ല, അവർക്ക് നമ്മളെപ്പോലെ ഒരു പട്ടി വളർത്താൻ പറ്റില്ല, ഒരു ചെടി കാണാൻ പറ്റില്ല. അത് എന്നും പുറത്ത് മാടമാണ്, തോളത്ത് മാടം കിട്ടാൻ തരാം. പിന്നെ ഒരു കാര്യം ഈ ഇതുപോലെ പറയുമ്പോൾ ചില കാലം വിട്ടുപോകും. ഇവരുടെ പ്രശ്നം ഇനി തീരില്ല. പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ നമ്മുടെ ഈ നോവലിസ്റ്റ് എഴുതിയ ചരിത്രം കാലം 2022 അതിന്റെ ഡേറ്റ്. ജൂലൈയിലോ ആഗസ്റ്റിലോ മറ്റാണ് പുള്ളിക്കാരുടെ ഡേറ്റ് കുറിച്ചിരുന്നത്, 22. അതിനുശേഷം ഇപ്പൊ നമ്മളെല്ലാം ചർച്ച ചെയ്യാൻ കാരണമായ ആ ഒരു സംഭവം നടന്നു, നമ്മുടെ October 7, 2023. അത് നോവലിസ്റ്റ് അറിഞ്ഞിട്ടേ പുസ്തകം ഇറങ്ങിപ്പോയി. അപ്പൊ അതിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ അതിന് കഴിയണമല്ലേ. അതിനുശേഷം ഇസ്രയേല് ഈ പലസ്തീനോട് ചെയ്തിട്ടുള്ളത് സംഗതി വളരെ ക്രൂരം തന്നെയാണ്. അവരോട് പറയും നിങ്ങളെല്ലാവരും വടക്കോട്ട് ഓടുന്നത്, നിങ്ങൾ തെക്ക് ഭാഗത്ത് യുദ്ധം ചെയ്യണം, നിങ്ങൾ കൂടും കുറുക്കായിട്ട് പോവുക വടക്കോട്ട്. അപ്പോൾ വടക്കോട്ട് പോകും. ഇത് പറയും തെക്കോട്ട് ഓടുന്നു. പുറത്ത് മാടം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കേണ്ടി ഇസ്രയേൽ. വളരെ ദുഃഖകരമായ വാർത്തകളാണ് വായിക്കുന്നത്. ഞാൻ ആലോചിച്ചോണ്ട് ഞാനവിടെ ജനിച്ചത് എന്റെ അവസ്ഥ എന്തായിരിക്കും, എത്ര എണ്ണം ഓടും, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ഒന്നും. പക്ഷെ നമ്മൾ പറയാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഒരു കാര്യം പറഞ്ഞു. അതായത് ഏതൊരു കുട്ടി നോവലിന്റെ കഥാപാത്രം ഇസ്രയേലിൽ ഒരു കോഴ്സ് പഠിച്ചു, ഇലക്ട്രോണിക് കോഴ്സ് പഠിച്ചു. ഞാൻ കുറച്ച് കൂട്ടിച്ചേർക്കാം. ഇസ്രയേലിലെ യൂണിവേഴ്സിറ്റികളിൽ ഇസ്രയേലിനുള്ളിൽ തന്നെയുള്ള അറബികളും ഗസയിലെ യുവാക്കളും 100 ആയിരക്കണക്കിന് പേര് ഇസ്രയേൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇസ്രയേലില് ഗാസയിൽ എല്ലാ ദിവസവും രാവിലെ ആയിരക്കണക്കിന് പേര് പോയിട്ട് അടുത്ത പണി, വീട്ടുപണി, കുക്കിംഗ്, കെയർ ഗിവർ, കൂലിപ്പണി, കിളക്കല്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണോ ബംഗാളികൾ ജോലി ചെയ്യുന്നത്, ഞാൻ ബംഗാളി ഉദ്ദേശിച്ചത് ബംഗാളി മാത്രമല്ല, ടോട്ടൽ ബംഗാളീസ്. അത് ഞാൻ വിളിക്കും. കാരണം ഞാൻ കുറെ കാലം മദ്രാസി വിളി കേട്ട ആളാണ്. അപ്പൊ എനിക്ക് തിരിച്ചൊന്ന് വിളിക്കണ്ടേ ബംഗാളികൾ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ബംഗാളികൾ ചെയ്യുന്ന അതേ ജോലിയാണ് ഗാസയിലെ പലസ്തീൻകാർ, അറബികൾ ഇസ്രയേൽ പോയി ചെയ്യുന്നത്. ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. ഇവരെന്നും അവിടെ പഠിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഒറ്റയടിക്ക് ഈ പോയിട്ട് കൊലപാതകവും ബലാത്സംഗവും നടത്തി. നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റില്ല. ഉദ്യോഗം പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഒരു പലസ്തീൻകാരൻ പോയിട്ട് അവിടെ പഠിക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഒരു ഹമാസ് നേതാവാണോ മറ്റൊരാള് ഒരു യൂണിയൻ പറഞ്ഞാണ്, ദ വേൾഡ് cannot understand the issues between the Palestinians and Israelis. We are the Middle Eastern people and only the Middle Eastern people can understand. നോവലിസ്റ്റിനോട് കൂടെ പറയണത്. നോവലിസ്റ്റ് ഇസ്രായേലിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. നോവലിസ്റ്റ് തന്നെ കപ്പാസിറ്റി നോട്ട്സ് എഴുതിയിട്ടുണ്ട്. കാരണം ഇസ്രായേലിൽ പോയ ആളെ പോലെ എഴുതിയേക്കുന്ന നല്ല കാര്യങ്ങളും അത് വ്യക്തമായിട്ട് സ്ഥലങ്ങളും മരങ്ങളും കിളികളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പോയമാര് തോന്നും വായിച്ചാല്. അവിടെ പോയ ആളെ പോലെ എഴുതിയേക്കുന്നത് നന്നായിട്ടുണ്ട്. അവർ മറ്റുള്ളവരുടെ കേട്ടറിവുകളിൽ കൂടെ ഒക്കെയാണ് വായിച്ചൊക്കെ എഴുതിയത്. എന്നാലും ഒരു ടാലന്റഡ് ലേഡിയാണ്. അവർക്ക് ഒരുപാട് ഫ്യൂച്ചറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 2 നോവൽ എഴുതിയിട്ടുള്ളൂ. ഒരു നോവൽ എഴുതാൻ പോലും ചെറുതിനെ എഴുതാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എനിക്ക് അറിയാം ഒരു നോവൽ എഴുതണമെങ്കിൽ ആ നോവൽ മൊത്തം മനസ്സിൽ നിൽക്കണം. ആദ്യം അതിൻ്റെ സ്കെച്ച് നിൽക്കണം മനസ്സിൽ. ആദ്യം നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഒരു സ്കെച്ച് മനസ്സിലാക്കി വേണം വരയ്ക്കാൻ. അപ്പൊ അതൊരു ടാലന്റാണ്, ഒരു വെരി ഗുഡ് ടാലന്റാണ്. ഒരുപാട് പേര് എഴുതുന്നുണ്ട് നോവൽ. പക്ഷെ ക്വാളിറ്റി നോവലുകൾ, കാലത്തെ അതിജീവിക്കുന്ന നോവൽ എഴുതുന്ന അത് വളരെ കുറവാണ്. ആൻഡ് ഐ ഹോപ്പ് ഷീല ടോമി വിൽ ബി വൺ സച്ച് പേഴ്സൺ. കാലത്തെ അതിജീവിക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ പറയാൻ എനിക്ക് വിഷയമുണ്ട്. ഇതിങ്ങനെ എത്ര വേണം പറയാം. പക്ഷെ സമയക്കുറവുകൊണ്ടും ഇവിടെ പലരും സംസാരിക്കാനുള്ളതുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് മറ്റുള്ളവരുടെ പ്രസംഗം കേട്ടിരിക്കാൻ കുറേ സമയമില്ല. എനിക്ക് ഇരുട്ടത്ത് ഓടിക്കാൻ പറ്റില്ല വണ്ടി. അതുകൊണ്ട് ഞാൻ അധികം വൈകാതെ സ്ഥലം വിടാം. താങ്ക് യു.